നമസ്കാരം, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പത്തനംതിട്ടയിൽ H1N1 ഡെങ്കിപ്പനിയും കൂടുന്നു. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നില്ലെന്ന് ആക്ഷേപം. സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. വായുമലിനീകരണം സുഖനിദ്രയ്ക്ക് തടസ്സമെന്ന് വാഷിംഗ്ടൺ സർവകലാശാലയുടെ കണ്ടെത്തൽ. 1 വയസ്സ് വരെ ശിശുക്കൾക്ക് ജ്യൂസ് നൽകരുതെന്ന് ശിശുരോഗ വിദഗ്ധർ. പകർച്ചപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് ഇന്നലെ ചികിത്സ തേടിയത് 10,600 പേർ. ഇതിൽ 379 പേരെ കൂടുതൽ ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ 97 പേർക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 9 പേർക്ക് H1N1 കണ്ടെത്തി. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ തിരുവനന്തപുരം തന്നെയാണ് മുന്നിൽ. 71 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൊല്ലത്ത് 13 പേർക്കും പത്തനംതിട്ടയിൽ 2 പേർക്കും ഡെങ്കി കണ്ടെത്തി. കോഴിക്കോട് മുക്കത്ത് ഒരാൾക്ക് എലിപ്പനിയും 2 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ട്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും കോർപ്പറേഷന്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും നേതൃത്വത്തിൽ ഉറവിട മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ H1N1 ബാധിതരുടെയും ഡെങ്കിപ്പനി ബാധിതരുടെയും എണ്ണം കൂടുന്നു. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാത്തതാണ് പനി പടരാൻ കാരണമെന്നാണ് ആക്ഷേപം. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിലും അപ്പർ കുട്ടനാടൻ മേഖലയിലും ഒരുപോലെ പകർച്ചപ്പനി പടരുകയാണ്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരണം, പെരിങ്ങര, കടപ്ര, ചാത്തങ്കരി ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാടൻ മേഖലകളിൽ പകർച്ചപ്പനി പടരുന്നത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. മഴ തുടങ്ങിയതോടെ റബ്ബർ, കൈതത്തോട്ടം മേഖലകളിൽ കൊതുക് ഭീഷണി വർദ്ധിച്ചതാണ് മലയോര പ്രദേശങ്ങളിൽ പകർച്ചപ്പനി പടരാൻ കാരണമായിരിക്കുന്നത്. എന്നാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രത്യേക പനി വാർഡുകൾ തുറക്കുന്നതിനോ രോഗപ്രതിരോധം ഊർജിതമാക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല. ഡെങ്കിപ്പനി ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ധാരാളമായി പ്ലാന്റേഷനുകൾ നിലവിലുണ്ട്. റബ്ബർ പ്ലാന്റേഷനുകൾ, അതുപോലെ പൈനാപ്പിൾ പ്ലാന്റേഷനുകൾ, പിന്നെ കൊക്കോ തോട്ടങ്ങൾ, ടയർ കൂട്ടിക്കിടന്നിട്ട് അതിനകത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ട് അതിൽ കൂത്താടി പെരുകുന്നുണ്ട്. ഏകദേശം 500 പേരെങ്കിലും പനിബാധിതരായി ദിനംപ്രതി ആശുപത്രികളിൽ ചികിത്സ തേടുന്നുണ്ട്. ജില്ലയിൽ ഇതേവരെ 54 പേർക്ക് H1N1 പനിയും 15 പേർക്ക് ഡെങ്കിപ്പനിയും 5 പേർക്ക് എലിപ്പനിയും 75 പേർക്ക് മഞ്ഞപ്പിത്തവും പിടിപെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. തൈറോയ്ഡ് രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അരുൺ എസ് മേനോനാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യമായി തന്നെ ചോദിക്കട്ടെ, സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ തൈറോയ്ഡ് പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. ഇത് ശരിയാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളിൽ കൂടുതലായി തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടാകുന്നത്? തൈറോയ്ഡ് അസുഖങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. നമുക്കറിയാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെ സ്ത്രീകളിലാണ് ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ പുരുഷരെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 3 തൊട്ട് 10 ഇരട്ടി ചാൻസ് സ്ത്രീകളിലുണ്ട് ഈ തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടാകാൻ. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിചലനങ്ങൾ ഇതിനൊരു കാരണമാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ ഒരു ഈ പീരീഡ്സ് തുടങ്ങുന്ന കാലം, പിന്നെ പ്രഗ്നൻസി, പിന്നെ മെനോപോസ്, ഈ സമയങ്ങളിലെല്ലാം ഹോർമോണിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അത് ഒരു കാരണമായിരിക്കും എന്ന് ആണ് നമ്മൾ അനുമാനിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ പുരുഷരെക്കാളും കൂടുതൽ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഒരു 4 കോടി ജനങ്ങൾക്ക് തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് വലിയൊരു സംഖ്യയാണ്. അതിൽ പലരിലും അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. കാരണം ടെസ്റ്റുകൾ ചെയ്താലേ പലപ്പോഴും കണ്ടുപിടിക്കുള്ളൂ. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അറിയാതെ പോവുകയാണ് ചെയ്യുക. ആ 4 കോടിയിൽ നമ്മൾ പറയുന്നത് ഒരു 3 കോടിയോളം സ്ത്രീകൾക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ്. 10 സ്ത്രീക്കോ ഒക്കെ അതുണ്ടാകും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്ത്രീകളിൽ തൈറോയ്ഡ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? സ്ത്രീകളിലുണ്ടാകുന്ന തൈറോയ്ഡ് പ്രശ്നങ്ങൾ പുരുഷനിലുണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ്. പുരുഷന്മാരിലും സെയിം പ്രശ്നങ്ങളാണ്. പക്ഷേ അതിലെ സിംറ്റംസ്, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിൽ കുറച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് 2 തരം തൈറോയ്ഡ് പ്രോബ്ലംസാണ് നമ്മൾ എപ്പോഴും പറയാറ്. ഒന്ന്
ഹോർമോൺ കുറയുന്നത് കൊണ്ടുള്ള കണ്ടീഷൻ നമ്മൾ അണ്ടർ ആക്റ്റീവ് തൈറോയിഡ് എന്ന് പറയും, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതാണ് വളരെ കോമൺ ആയിട്ടുള്ള അസുഖം. എന്ന് പറഞ്ഞാൽ ഗ്രന്ഥി, നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി വേണ്ടത്ര ഹോർമോൺ ഉണ്ടാക്കുന്നില്ല, അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരികയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണ എടുക്കുകയാണെങ്കിൽ ഒരു 90% ആളുകൾക്കും ക്ഷീണമായിരിക്കും. പക്ഷേ ക്ഷീണം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പലതരം അസുഖങ്ങൾ കൊണ്ട് ക്ഷീണം വരാം. അപ്പോൾ പെട്ടെന്ന് തൈറോയ്ഡ് കൊണ്ടാണെന്ന് ചിലപ്പോൾ നമ്മൾ ആലോചിച്ചെന്ന് വരില്ല. പക്ഷേ ക്ഷീണമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുന്നതാണ്. പക്ഷെ അത് സമയം കൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുന്നത്. പെട്ടെന്നൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടായിക്കോണമെന്നില്ല, പക്ഷെ പതുക്കെ വെയിറ്റ് കൂടുന്നു, അല്ലെങ്കിൽ വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ട് വരുന്നു. പിന്നെ സ്കിന്ന്, തൊലിയിലുള്ള ഡ്രൈനസ്, ഇത് മൂന്നുമാണ് വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ്. സ്ത്രീകളിൽ പ്രത്യേകമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 2 പ്രശ്നങ്ങൾ പറയാം. ഒന്ന്, പീരീഡ്സിലുണ്ടാകുന്ന വ്യതിചലനങ്ങൾ. ഒന്നെങ്കിൽ പീരീഡ്സ് ഇല്ലാതാകുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇറഗുലറായിട്ട് പീരീഡ്സ് വരുന്നു. അപ്പോൾ മാസക്കുളി വളരെ റെഗുലറായി പോയിക്കൊണ്ടിരുന്ന സ്ത്രീകളായിരിക്കും, കുട്ടികളുമായിരിക്കാം. ഒരു 12 വയസ്സ് 13 വയസ്സ് കഴിഞ്ഞ സ്ത്രീ ആദ്യം തുടങ്ങി റെഗുലറായി പോയിട്ട് പിന്നെ പെട്ടെന്ന് ഇറഗുലർ ആവുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ എപ്പോഴും തന്നെ നമ്മൾ തൈറോയ്ഡ് ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ പീരീഡ്സിലുണ്ടാകുന്ന പ്രോബ്ലം ഒരു വലിയ പ്രശ്നമാണ് സ്ത്രീകളിൽ. മുടി കൊഴിച്ചിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകാം, പക്ഷേ സ്ത്രീകളിൽ അത് വളരെ ഒബ്വിയസ് ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. ഇതിനോടൊപ്പം തന്നെ അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തുകൊണ്ടും നമ്മൾ ഇത് തൈറോയിഡിൻ്റെ അസുഖത്തെ പറ്റി ചിന്തിക്കണം. ഇനി ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് അണ്ടർ ആക്റ്റീവ് തൈറോയിഡിനെ പറ്റിയാണ്. ഇനി പ്രധാനമായിട്ടുള്ള വേറൊരു കണ്ടീഷൻ അണ്ടർ ആക്റ്റീവ് തൈറോയിഡിൻ്റെ അത്രയും കോമൺ അല്ല, പക്ഷെ അതാണ് ഓവർ ആക്റ്റീവ് തൈറോയിഡ് എന്ന് പറയുന്നത്, തൈറോടോക്സിക്കോസിസ് എന്ന് പറയും. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഗ്രന്ഥി കൂടുതൽ ഹോർമോൺ ഉണ്ടാക്കുന്നു. അപ്പോൾ മിക്കവാറും സിംറ്റംസും ആക്ച്വലി തിരിച്ചാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയുന്നു, ഒരുപാട് വിയർക്കുന്നു, പെട്ടെന്ന് നെഞ്ചിടിപ്പ്, വിറയൽ, ഇത്തരം അസുഖങ്ങളാണ് വരുന്നത്. പക്ഷേ സ്ത്രീകളിൽ പിന്നെയും ഇതേപോലെ പീരീഡ്സിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇറഗുലർ പീരീഡ്സ്, അല്ലെങ്കിൽ പീരീഡ്സ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ബ്ലീഡിങ്, പലപ്പോഴും കൂടുതൽ ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പീരീഡ്സിൻ്റെ അബ്നോർമാലിറ്റി അല്ലെ പീരീഡ്സിൻ്റെ പ്രശ്നം ഹോർമോൺ കൂടിയാലും ഹോർമോൺ കുറഞ്ഞാലും വരാം. അപ്പോൾ എന്താണ് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ മറ്റ് സിംറ്റംസ് നോക്കുക, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടെ ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ ഈ പറഞ്ഞ മറ്റ് വെയിറ്റിലുള്ള പ്രശ്നം, സ്കിന്നിലുള്ള പ്രശ്നം, സ്വെറ്റിങ്, അങ്ങനെ ഏറ്റവും പ്രധാനം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് നല്ലൊരു ലാബിൽ നിന്ന്, കറക്റ്റായിട്ടുള്ള ലാബിൽ ചെയ്യാം. ഞാൻ നല്ലൊരു ലാബെന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ആ കൃത്യം കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ടെസ്റ്റ് ചെയ്ത് പലപ്പോഴും ബോർഡർ ലൈൻ ടെസ്റ്റ് കിട്ടും. അത് നമുക്ക് കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാക്കും, കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം നമ്മളതിനെപ്പറ്റി കൂടുതൽ പറയണം. അപ്പോൾ നല്ലൊരു ലാബിൽ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആണ്, പക്ഷേ എപ്പോഴും അത് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്കിതിൻ്റെ ഒരു ഡയഗ്നോസ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പ്രധാനമായും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? തൈറോയിഡിൻ്റെ അസുഖം നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ കോമൺ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കുറേ കാരണങ്ങൾ നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. അതിലൊരു പ്രധാന കാരണം ഇപ്പോൾ പറഞ്ഞു വരുന്നതിൽ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയും. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന വ്യതിചലനങ്ങളാണ്. അത് കൊണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി എഫക്റ്റ് ചെയ്യപ്പെടും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുകയോ കൂടുകയോ രണ്ടും ചെയ്യാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൊണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് തൈറോയ്ഡ് പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാരണം. ഇനി എന്തുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റിയിൽ പ്രശ്നം വരുന്നത്? അത് പലപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ഇൻഫെക്ഷൻ കിട്ടുന്നതോ വേറെ എന്തെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വേറെ എന്തെങ്കിലും അസുഖങ്ങൾ, അത് നമ്മളെ ആ ഇമ്മ്യൂണിറ്റി അതിനോട് റിയാക്ട് ചെയ്യുമ്പോൾ, വേറൊരു അസുഖത്തിനോട് റിയാക്ട് ചെയ്യുമ്പോൾ അത് തൈറോയിഡിനോടും റിയാക്ഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് പ്രധാന കാരണം. പക്ഷേ പലപ്പോഴും വേറെ കാരണങ്ങൾ കൊണ്ടും ഇത് വരാറുണ്ട്. വേറെ കാരണമെന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓട്ടോഇമ്മ്യൂണിറ്റിയുടെ കൊണ്ട് തന്നെ എന്ന് പറയാം. പക്ഷേ ഡയബറ്റിസ് ഉള്ളവരിൽ വളരെ കോമൺ ആണ് തൈറോയ്ഡ് ഡിസീസ്. അപ്പോൾ നമുക്കിപ്പോൾ ഷുഗറിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ ടെസ്റ്റ് വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാലേ നമ്മളത് കണ്ടുപിടിച്ചെന്ന് വരുള്ളൂ ചിലപ്പം. അതുപോലെ ആർത്രൈറ്റിസ്, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, വാദങ്ങൾ, പലതരം വാദങ്ങളുള്ളവർ തൈറോയ്ഡ് ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉണ്ടാകുന്ന നിർബന്ധമില്ല, പക്ഷേ സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മളത് ഇടയ്ക്ക് വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്ത് പോകണം. പിന്നെ കഴുത്തിൽ എന്തെങ്കിലും സർജറികൾ ചെയ്തിട്ടുള്ളവർ, കഴുത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി റേഡിയേഷൻ എടുത്തിട്ടുള്ളവർ, ഇത്തരം ആളുകളും ഇതിനെപ്പറ്റി
വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം തൈറോയ്ഡ് അസുഖം ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. തൈറോയിഡ് രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യവാർത്ത ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം. സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. തൈറോയിഡ് രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യവാർത്ത ചർച്ച ചെയ്യുന്നത്. വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ, പ്രസവ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന തൈറോയിഡ് പ്രശ്നങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതൊരു വളരെ പ്രധാന ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന തൈറോയിഡ് വ്യതിയാനം പലപ്പോഴും ആദ്യമായിട്ട് തൈറോയിഡ് അസുഖമുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് പ്രസവ സമയത്തായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇമ്മ്യൂണിറ്റിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഇമ്മ്യൂണിറ്റി ചേഞ്ച് ചെയ്യുന്നൊരു സമയമാണ് പ്രഗ്നൻസി, അതൊരു കാരണമാണ്. സ്ട്രെസ് ഒരുപാടുള്ള സമയമാണ് ബോഡിക്ക്. ഈ 2 കാരണങ്ങളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം പ്രഗ്നൻസിയിൽ കൂടുതൽ കാണുന്നത്. പക്ഷേ പ്രഗ്നൻസിയിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടി, അവിടെ 2 പേര് ഇൻവോൾവ് ആണ്, സ്ത്രീയുമുണ്ട് കുട്ടിയുമുണ്ട്. ആ കുട്ടിയുടെ ആദ്യത്തെ 12 ആഴ്ച, ആദ്യത്തെ 3 മാസം അമ്മയുടെ തൈറോയിഡിൽ ഡിപ്പെൻഡൻ്റ് ആണ് കുട്ടി, പൂർണ്ണമായിട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അമ്മയുടെ ഹോർമോൺ ലെവൽ ആദ്യത്തെ 3 മാസം കുട്ടിയുടെ ഇതിൽ ആദ്യത്തെ 3 മാസം കുറയുകയാണെങ്കിൽ, പ്രസവത്തിൻ്റെ ആദ്യത്തെ 3 മാസം കുറയുകയാണെങ്കിൽ അത് കുട്ടിയെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടിയെ ബാധിക്കുക എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ബ്രെയിനിൻ്റെ വളർച്ചയാണ് ബാധിക്കുന്നത്, ഞരമ്പുകളുടെ വളർച്ചയാണ്. അപ്പോൾ ആദ്യത്തെ 3 മാസം ഗർഭത്തിൻ്റെ ആദ്യത്തെ 3 മാസത്തിൽ ബ്രെയിൻ വളർച്ചയാണ് ഏറ്റവും പ്രധാനം. മറ്റ് അവയവങ്ങളെല്ലാം വളരുന്നതിനോടൊപ്പം തന്നെ ബ്രെയിൻ വളർച്ചയും ആ സമയത്ത് വളരെ പ്രധാനമാണ്. അപ്പോൾ അമ്മയുടെ ലെവൽസ് വളരെ കറക്റ്റായിട്ടിരിക്കേണ്ടത് നമുക്ക് വളരെ എസെൻഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ത്രീകളും തന്നെ, ഇപ്പോൾ അത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ സ്ത്രീകളും തന്നെ പ്രസവത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഗർഭിണിയാണെന്ന് അറിയുന്ന സമയം ഉടനെ തന്നെ ഒരു തൈറോയ്ഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അത് തൈറോയ്ഡ് അസുഖം നേരത്തെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിന് പ്രസക്തിയില്ല. കാരണം ആ സമയത്ത് വരാം പുതുതായിട്ട്. അപ്പോൾ പലരും പറയും എനിക്കിതിനു മുമ്പ് അസുഖമില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന് പറയും. ഫാമിലി ഹിസ്റ്ററി ഇതിനകത്തൊരു വളരെ പ്രധാനമായ ഘടകമാണ്. ഇപ്പോൾ സ്ത്രീകളുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ ആർക്കെങ്കിലും തൈറോയ്ഡ് അസുഖം ഉണ്ടെങ്കിൽ ആ ചാൻസ് കുറേ കൂടെ കൂടുതലാണ് സ്ത്രീകൾക്ക് അത് ഉണ്ടാകാനുള്ളത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും പ്രസവ സമയത്ത് നമ്മൾ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് പലപ്പോഴും സ്ത്രീകൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് പ്രസവത്തിൽ ചെയ്താൽ വളരെ സേഫാണ്. ട്രീറ്റ്മെൻറ്റ് 100% സേഫ് എന്ന് തന്നെ പറയാം. അത് വളരെ ആവശ്യമാണ്. കാരണം സ്ത്രീകൾക്ക് മാത്രമല്ല ആ കുട്ടിയുടെ വളർച്ചയ്ക്കും അത് വളരെ ആവശ്യമാണ്. പല കേസുകളിലും ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പ്രസവത്തിൻ്റെ അവസാനം അത് നിർത്താൻ പറ്റിയെന്നും വരും. പക്ഷേ പ്രധാനം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും, സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ബ്ലഡ് ടെസ്റ്റ് പ്രഗ്നൻ്റാണെന്ന് അറിഞ്ഞ ഉടനെ ചെയ്യണം. തൈറോയിഡ് ഉള്ള ഒരാൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ആണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകമായ ഒരു ഡയറ്റ് പാലിക്കേണ്ടതായിട്ടുണ്ടോ? എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡയറ്റ് എത്രത്തോളം പ്രാധാന്യമാണ് തൈറോയിഡിൽ നിന്ന്. തൈറോയിഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഷുഗറിനുള്ള പോലെ അല്ലെങ്കിൽ ഡയബറ്റീസിനുള്ള പോലെ അത്രയ്ക്കങ്ങ് കണ്ട് പ്രാധാന്യം ഉള്ളതല്ല ഡയറ്റ്. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് തൈറോയിഡിൻ്റെ കേസുകളിൽ. ഈ അയഡിൻ ഉള്ള ഭക്ഷണങ്ങൾ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്. ക്യാബേജ് കഴിക്കാമോ, കോളിഫ്ലവർ കഴിക്കാമോ, ബ്രോക്കോളി ഇത്തരം ഇലവർഗ്ഗങ്ങൾ പോലത്തത് കഴിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ അതിലെല്ലാം നമ്മൾ ഈ ഗോയിട്രോജൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് മുഴയുണ്ടാക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ ഉള്ളതാണ് അതിനകത്ത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി അങ്ങനെ ചോദിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ അത് സാധാരണ ലെവലിൽ കഴിച്ചതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യാറെന്ന് പറഞ്ഞാൽ നോർമൽ ഡയറ്റ് കഴിക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് ക്യാബേജ് കഴിച്ചു അല്ലെങ്കിൽ കുറച്ച് കോളിഫ്ലവർ കഴിച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം
അത് നമ്മുടെ ഡയറ്റിൽ ബാലൻസ് ചെയ്ത് പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തൈറോയിഡിനെ ബാധിക്കാൻ പോകുന്നില്ല, അതുകൊണ്ടല്ല അസുഖം ഉണ്ടായി. പക്ഷേ ഇത്തരം പദാർത്ഥങ്ങൾ എക്സസ് ആയിട്ട് കഴിക്കരുത്. അപ്പം നമ്മൾ സാധാരണ സൈഡ് ഡിഷായിട്ട് ഒരു കറിയായിട്ട് കഴിക്കുന്ന സാധനങ്ങളാണ് ക്യാബേജും കോളിഫ്ലവറൊക്കെ. അപ്പോൾ ആ ഒരു ലെവലിൽ കുറച്ച് സൈഡിൽ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ അളവ് കൂടുതൽ കഴിച്ചാൽ ഇത് തൈറോയിഡിൽ മുഴകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഡയറ്റ് വലിയ ചേഞ്ചൊന്നും വരുത്തണ്ട, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി വെക്കേണ്ട കാര്യമില്ല. അതുപോലെ കപ്പ ഇതുപോലെ ആളുകൾ ചോദിക്കുന്നതാണ്. ശരിയാണ്, കപ്പയിലും ഈ ഗോയിട്രോജൻ എന്ന് പറയുന്നത്, അതായത് ഗോയിറ്റർ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള പദാർത്ഥങ്ങളുണ്ട്. പക്ഷേ അതും ഒരു മിതമായ ക്വാണ്ടിറ്റിയിൽ കഴിച്ചു, നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ചെറിയ അളവിൽ കഴിച്ചു എന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല. കപ്പയുടെ ഒരു കുഴപ്പമെന്ന് കപ്പ പലരും ചിലപ്പോൾ മെയിൻ ഡിഷായിട്ട് കഴിക്കും, നമ്മൾ ചോറിന് പകരം കപ്പ കഴിക്കും. അത് പെർഹാപ്സ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അത് വേറെ പല കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കുന്നത് നല്ലതാണ്, അത്രയ്ക്ക് കൺസംഷൻ. പക്ഷേ നമ്മൾ ചെറിയൊരു അളവിൽ ഒരു സൈഡ് ഡിഷായിട്ട് കഴിച്ചു എന്ന് പറഞ്ഞ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഉപ്പിൻ്റെ കാര്യത്തിൽ പലരും ചോദ്യം ചോദിക്കാറുണ്ട്. അയഡൈസ്ഡ് സോൾട്ട് മാറ്റി കല്ലുപ്പാക്കണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും വരാറുണ്ട്. അതിനും വലിയൊരു പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് പണ്ട് പല അസുഖങ്ങളും വന്നിരുന്നത്. ഇപ്പോൾ ഈ ഗോയിറ്ററൊക്കെ വന്നിരുന്നത് അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഇപ്പോൾ അയഡിൻ എക്സസ് കൊണ്ടുള്ള അസുഖം ശരിക്കും പറഞ്ഞാൽ ഓവർ ആക്റ്റീവ് തൈറോയിഡാണ്. തൈറോയിഡിൻ്റെ ആക്ടിവിറ്റി കൂടുന്ന അസുഖമാണ്. പക്ഷെ അതല്ല ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് തൈറോയിഡിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ അതുമായിട്ട് പൂർണ്ണമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടും അയഡൈസ് സോൾട്ടായാലും ഏത് സോൾട്ടായാലും അളവ് കൊണ്ട് എപ്പോഴും കുറവ് കഴിക്കണമെന്നല്ല. അപ്പോൾ അതെല്ലാം ഒരു ജനറൽ അഡ്വൈസേ ഉള്ളൂ. അപ്പോൾ തൈറോയിഡിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് തൈറോയിഡിന് വേണ്ടി ഒരു ഡയറ്റ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്തരം പദാർത്ഥങ്ങൾ കുറച്ച് വയ്ക്കുക. അയഡൈസ് സോൾട്ടായാലും ശരി, കപ്പയായാലും ശരി, പ്രധാനമായിട്ട് ക്യാബേജോ കോളിഫ്ലവർ ആയാലും ശരി, ഇതെല്ലാം അളവുകൾ കൊണ്ട് കുറച്ച് വയ്ക്കുക. കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. തൈറോയിഡിന്റെ ചികിത്സയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തൈറോയ്ഡ് അസുഖങ്ങളുടെ ചികിത്സയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അണ്ടർ ആക്റ്റീവ് തൈറോയിഡിൻ്റെ കാര്യം എടുക്കാം. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ, അതാണല്ലോ ഏറ്റവും കോമൺ. അത് ഒരു വലിയ ശതമാനം ആളുകളിലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കി നോർമലാക്കി വയ്ക്കാവുന്ന ഒരു അസുഖമാണ്. പക്ഷേ അതിന് ഒരു ക്യൂർ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ക്യൂർ എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ശതമാനം ആളുകളിൽ, ഒരു 5-10% ആളുകളിൽ ചിലപ്പോൾ ഒരു കാലത്ത് തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടാവും. എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോഴോ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. കുറച്ച് കാലം നമ്മൾ ട്രീറ്റ് ചെയ്താൽ ചിലപ്പോൾ മരുന്ന് നാച്ചുറലായിട്ട് തന്നെ നിർത്താൻ പറ്റിയെന്ന് വരും. അപ്പോൾ തുടങ്ങുന്ന 100% ആളുകൾക്കും ആ മരുന്ന് തുടരേണ്ടി വരും എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു വലിയ ശതമാനം ആളുകളിലും ഈ മരുന്ന് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, വേണ്ട ഡോസ്, മരുന്നിൻ്റെ ഡോസ് എല്ലാം കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ നമ്മളൊരു മരുന്ന് തുടങ്ങുന്നത് എന്നും നമ്മൾ ആരോടും ചോദിക്കാതെ അത് കഴിക്കുന്നൊരു സ്ഥിതി വരരുത്. ടെസ്റ്റുകൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഒരു 6 മാസത്തിലോ 1 വർഷത്തിലോ എങ്കിലും ടെസ്റ്റുകൾ ചെയ്യണം. ഇനി അണ്ടർ ആക്റ്റീവ് തൈറോയിഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് തൈറോക്സിൻ എന്ന് പറയുന്ന മരുന്നാണ്. തൈറോക്സിൻ പലതരം പേരുകളിൽ വരും. തൈറോനോം എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ടുള്ള പേര്. അതുപോലെ എൽട്രോക്സിൻ എന്ന് പറഞ്ഞ പേരിൽ വരും. പലതരം പേരുകളിലുണ്ട്. ഈ മരുന്നുകൾ വളരെ സേഫാണ്. വളരെ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ രാവിലെ വെറും വയറിലാണ് ഇത് കഴിക്കാൻ പറയാറ്. കാരണം അത് ദഹനം കറക്റ്റായിട്ടുണ്ടാവാനും മറ്റ് ഫുഡായിട്ടോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളുമായിട്ടോ ചേർത്ത് കഴിക്കാനും പാടില്ല. അത് വളരെ പ്രധാനമാണ്. ഈ മരുന്നുകൾ നമ്മൾ റെഗുലറായി കഴിച്ചു പോവുകയാണെങ്കിൽ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവലിനെ, ബ്ലഡിലുള്ള ലെവൽ റെഗുലറാക്കി വെക്കുന്നു, ലെവൽ കറക്റ്റാക്കി വെക്കുന്നു. അങ്ങനെ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, പല ബുദ്ധിമുട്ടുകളും പറഞ്ഞല്ലോ. സ്കിന്നിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, വെയ്റ്റിൻ്റെ പ്രശ്നം, പീരീഡ്സ്, സ്ത്രീകളിൽ പ്രത്യേകം പീരീഡ്സിനുണ്ടാകുന്ന പ്രോബ്ലംസ്, മുടി കൊഴിച്ചിൽ, ഇത്തരം അസുഖങ്ങളെല്ലാം പറഞ്ഞു, ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു വലിയ ശതമാനം കേസുകളും കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ്. വെയിറ്റാണ് എല്ലാവരും എപ്പോഴും പറയുന്നൊരു പ്രശ്നം. കാരണം അത് പെട്ടെന്ന് കുറയ്ക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരിക്കൽ കൂടിപ്പോയാൽ പലപ്പോഴും വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞൊന്നും വരില്ല. അപ്പോൾ മരുന്നുകൊണ്ട് മാത്രം ചിലപ്പോൾ വെയിറ്റ് പൂർണ്ണമായി കുറഞ്ഞൊന്നും വരില്ല. പക്ഷെ എന്നാലും മിക്കവാറും ബുദ്ധിമുട്ടുകളും ഈ മരുന്നിൻ്റെ നമ്മൾ റെഗുലറായി കഴിച്ചാൽ അതുകൊണ്ട് നമുക്ക് ശമനം കിട്ടും. ഒരു ക്യൂർ ഇതുവരെ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിലും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ അങ്ങനെ ക്യൂർ ചെയ്തൊന്നും കാണാറില്ല. പക്ഷെ മൈൽഡായിട്ട് വരുന്ന, ചെറിയ തോതിൽ വരുന്ന തൈറോയിഡ് അസുഖങ്ങൾ ചിലപ്പോൾ മാറിപ്പോകാറുണ്ട്. അത് മാത്രമല്ല, അപ്പം നാച്ചുറലായിട്ട് തന്നെ മാറിപ്പോകാറുണ്ട്. പക്ഷേ ഈ മരുന്ന് നമുക്ക് ലോങ് ടേം കഴിച്ചാലും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതല്ല.
ചെറിയ കുട്ടികൾ പോലും ഈ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷനിൽ ജനിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഇല്ലാതെയും അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി പ്രവർത്തിക്കാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. അവരിൽ പോലും ജനിച്ച ദിവസം മുതലോ അടുത്ത ദിവസം മുതലോ ഈ മരുന്ന് കൊടുക്കുകയും അവർ വളരെ നോർമലായി വളർന്ന് പ്രായമാകുന്നവർ ഒരു പ്രശ്നമില്ല, വേറെ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന എത്രയോ വ്യക്തികളെ നമുക്കറിയാം. അപ്പോൾ വളരെ സേഫായിട്ടുള്ള മരുന്നാണെന്നുള്ളതിന് അത് നല്ലൊരു എവിഡൻസാണ്. കാരണം ജനിച്ച കുട്ടിക്ക് വരെ നമ്മൾ കൊടുക്കുന്ന മരുന്ന് അത് അവർ ജീവിതം മുഴുവൻ കഴിച്ചിട്ടും ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ 100% സേഫാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ മരുന്ന് റെഗുലറായി കഴിക്കുക, പറയുന്ന സമയത്ത് കഴിക്കുക, ഒരു ഗുളികയാണ്, എളുപ്പമായിട്ട് കഴിക്കാവുന്നതാണ്. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുക. നോർമലാണെന്നുള്ളതുകൊണ്ട് നമ്മൾ മറന്നു പോരുത് അതിനെപ്പറ്റി, ടെസ്റ്റുകൾ ചെയ്യുക. കാരണം നമ്മുടെ സിറ്റുവേഷൻ, ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ ചിലപ്പോൾ ചേഞ്ചസ് വരാം, ഡോസ് റിക്വയർമെൻറ്റിൽ ചേഞ്ച് വരാം, അതനുസരിച്ച് നമുക്ക് ഡോസ് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ അത് ചെയ്തു പോവുകയാണെങ്കിൽ ഒരു വലിയ ശതമാനത്തിലും നമുക്ക് ഈ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. തൈറോയിഡ് രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അരുൺ എസ് മേനോനാണ്. വളരെയധികം നന്ദി ഡോക്ടർ ആരോഗ്യ വാർത്തയിൽ പങ്കെടുത്തതിന്. മറ്റു റിപ്പോർട്ടുകൾ ഇടവേളയ്ക്ക് ശേഷം. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര. ഉദയാമൃതം എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. നന്നായി ഉറക്കം ലഭിക്കാത്തതിന് വായുമലിനീകരണം കാരണമാകുമെന്ന് കണ്ടെത്തൽ. വായുമലിനീകരണം സാരമായി തന്നെ ഉറക്കത്തെ ബാധിക്കും. അന്തരീക്ഷത്തിൽ കൂടിയ അളവിൽ നൈട്രജൻ ഡയോക്സൈഡും പൊടിപടലങ്ങളും ഉണ്ടെങ്കിൽ സുഖനിദ്ര സാധ്യമാകുകയില്ല. ഇത്തരത്തിൽ ഉറക്കം ലഭിക്കാതിരുന്നാൽ അത് പല ഗുരുതര പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ അർബുദം, ആസ്മ അടക്കമുള്ള അസുഖങ്ങൾക്ക് ഇത് കാരണമാകും. വാഹനങ്ങളിൽ നിന്നുമുള്ള പുകയാണ് നൈട്രജൻ ഡയോക്സൈഡ് കൂടുതലായി കാണപ്പെടുക. അതിനാൽ തന്നെ തിരക്കേറിയ നഗരങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ഇത് കൂടുതലായി ബാധിക്കുക. വാഷിംഗ്ടൺ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ മാർത്ത ഇ ബില്ലിംഗ്സിൻ്റേതാണ് പഠനം. വായുമലിനീകരണം കുറയ്ക്കുക മാത്രമാണ് ഇതിനേക പ്രതിവിധി എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. 1 വയസ്സുവരെ ശിശുക്കൾക്ക് ജ്യൂസ് നൽകരുതെന്ന് ശിശുരോഗ വിദഗ്ധർ. ജനിച്ച് 1 വയസ്സാകുന്നതുവരെ ശിശുക്കൾക്ക് മുലപ്പാൽ മാത്രം നൽകിയാൽ മതിയെന്നാണ് നിർദ്ദേശം. ജ്യൂസ് നൽകിയാൽ കുട്ടികളിൽ ഭാരം കൂടാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ നിർദ്ദേശപ്രകാരം മാതാപിതാക്കൾ ഇതിൽ പ്രത്യേക ശ്രദ്ധ പാലിക്കണം. ജ്യൂസിൽ അമിത അളവിൽ പഞ്ചസാരയും കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു. 1 വയസ്സിന് ശേഷം ചെറിയ അളവിൽ കുട്ടികൾക്ക് ജ്യൂസ് നൽകി തുടങ്ങാം. നിലവിൽ 6 മാസം വരെയുള്ള കുട്ടികൾക്ക് ജ്യൂസ് നൽകരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ അത് 1 വയസ്സുവരെ നീട്ടിയിരിക്കുകയാണെന്ന് വിദഗ്ധർ പറയുന്നു. പീഡിയാട്രിക്സ് എന്ന ജേർണലിൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുട്ടികളിൽ അമിതഭാരം മാത്രമല്ല പല്ലുകൾക്കും ഇത് ദോഷകരമാണെന്നും ലേഖനത്തിൽ പറയുന്നു. 1 വയസ്സിന് ശേഷമുള്ള കുട്ടികളിലും ജ്യൂസിന് പകരം പഴങ്ങൾ നൽകുന്നതാണ് ഉചിതമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. വീണ്ടും പ്രധാന വാർത്തകൾ. പത്തനംതിട്ടയിൽ H1N1 ഡെങ്കിപ്പനിയും കൂടുന്നു. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നില്ലെന്ന് ആക്ഷേപം. സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. വായുമലിനീകരണം സുഖനിദ്രയ്ക്ക് തടസ്സമെന്ന് വാഷിംഗ്ടൺ സർവകലാശാലയുടെ കണ്ടെത്തൽ. 1 വയസ്സുവരെ ശിശുക്കൾക്ക് ജ്യൂസ് നൽകരുതെന്ന് ശിശുരോഗ വിദഗ്ധർ. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amruthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amruthatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.